Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 EWS റിസർവേഷനിലൂടെ ഒരു അഡ്മിഷൻ EWS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഒരു MBBSന് അഡ്മിഷൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റിസർവേഷൻ സീറ്റാണ് EWS റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജനറൽ കാറ്റഗറി അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള റിസർവേഷൻസ് ഉണ്ട്. OBC റിസർവേഷൻസ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് OEC റിസർവേഷൻസ്, SC റിസർവേഷൻ, ST റിസർവേഷൻസ്, ഇങ്ങനെ വരുന്ന പല റിസർവേഷൻസ് ഉണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു രീതിയിലുള്ള റിസർവേഷൻസും ഇല്ല, ഫിനാൻഷ്യൽ സപ്പോർട്ടുകളുമില്ല. അതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് സെക്ടറിലെ MBBSനും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ MBBSനും EWSന് വേണ്ടിയിട്ട് 10% സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. ആ സീറ്റിലേക്ക് നമ്മുടെ 2022 എൻട്രൻസ് എക്സാമിനേഷനിൽ ലാസ്റ്റ് റാങ്കിലൂടെ, സ്റ്റേറ്റ് റാങ്കിലൂടെ എത്ര വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുക്കാനും നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് നേടിയെടുക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ആൽഫ അക്കാഡമി. ഈ യൂട്യൂബ് ചാനലിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ എൻട്രൻസിൻ്റെ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇത് നിങ്ങളിലേക്ക് കൃത്യമായി എത്തുവാൻ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം അലോട്ട്മെൻറ്റ് സമയത്തും ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തും നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വിജയം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. നമുക്ക് EWS റിസർവേഷൻ വഴി ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ കോളേജിലും ലാസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് സീറ്റ് വൈസ് നമുക്കൊന്ന് നോക്കാം, റാങ്ക് വൈസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നാം കാണുന്നത് കേരള സ്റ്റേറ്റ് റാങ്കാണ്. ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, ആ കോഴിക്കോട് ക്യാമ്പസിൽ ഒരു EWS റിസർവേഷനിലൂടെ 1153 റാങ്ക് വരെ സ്റ്റേറ്റ് റാങ്ക് വന്ന കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കോളേജിൽ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടുന്നത് യാതൊരു റിസർവേഷനും ഇല്ലാതെയാണ്. പക്ഷേ 10% സീറ്റ് EWS റിസർവേഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ EWS റിസർവേഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ സീറ്റിന് അർഹതയുള്ളൂ. അതുകൊണ്ട് തന്നെ 1153 വരെ വന്ന EWS റിസർവേഷൻ ക്ലെയിം ചെയ്ത വിദ്യാർത്ഥിക്ക് അവിടെ അഡ്മിഷൻ നേടാൻ സാധിച്ചു. ഈ EWS റിസർവേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ഇപ്പോൾ KEAMൻ്റെ സൈറ്റിലൂടെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും റിസർവേഷൻസ് നാം ക്ലെയിം ചെയ്തതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ഇപ്പോൾ 26-ാം തീയതി വരെ എൻട്രൻസ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിസർവേഷൻസ് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അത് കൃത്യമായി സബ്മിറ്റ് ചെയ്ത് ആ ക്ലെയിം നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ഇവിടെ 1396 വരെ വന്ന കുട്ടികൾക്ക് EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലാകുമ്പോൾ 1553 വരെ റാങ്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഇനി ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരിൽ നോക്കിയാൽ 1741 ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ സ്റ്റേ വേക്കൻസി വന്നപ്പോൾ 2491 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ റാങ്ക് ഇത്തിരി താഴ്ന്നു പോയി എന്ന് വിചാരിച്ച് നാം ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ നമ്മെ ഒരിക്കലും ആ സീറ്റിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായ സീറ്റുകൾ മനസ്സിലാക്കി ഓപ്ഷൻ കൊടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി ഓപ്ഷൻ കൊടുക്കേണ്ട രീതികൾ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്ന വീഡിയോയും ഇതിന് ശേഷം ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരിൽ 2491 ആണ് വന്നതെങ്കിൽ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ 3060 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജ് പാരിപ്പള്ളിയിൽ 2658 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കും, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2583 വരെ റാങ്ക് വന്ന EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്കും, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 2637 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കും, എറണാകുളത്ത്
2387 ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നതെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ 3845 വരെ വന്ന വിദ്യാർത്ഥിക്കും അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ 4020 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് കോളേജ് പാലക്കാട് 2723 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കും പത്തനംതിട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 4067 റാങ്ക്. ഇനി ഇത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്ടർ കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 19ഓളം മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അതിൽ കമ്മ്യൂണൽ റിസർവേഷൻ വരുന്ന കോളേജുകൾ, കമ്മ്യൂണൽ റിസർവേഷൻ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുള്ള കോളേജുകളും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള കോളേജുകളും ഒഴിച്ച് ബാക്കി എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും EWS റിസർവേഷൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ EWS റിസർവേഷൻ ലഭിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലാസ്റ്റ് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമ്മൂട്, അവിടെ 8336 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് 12,000 ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അത് 12,122 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷൻ വഴി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി SUT അക്കാഡമി മെഡിക്കൽ സയൻസിൽ 9172 വരെ വന്ന EWS വിദ്യാർത്ഥികൾക്കും മലബാർ മെഡിക്കൽ കോളേജിൽ 12,051 വരെ വന്ന വിദ്യാർത്ഥികൾക്കും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 14,689 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 14,400 വരെ വന്ന EWS റിസർവേഷനുള്ള കേരള സ്റ്റേറ്റ് റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കും മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ 15,654 വരെ വന്ന വിദ്യാർത്ഥികൾക്കും EWS റിസർവേഷനിലൂടെ തങ്ങൾക്കൊരു MBBS സീറ്റ് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കുള്ള റിസർവേഷൻ ക്ലെയിം കൃത്യമായിട്ട് നേടിയെടുക്കാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അർഹതപ്പെട്ടതോ അർഹതപ്പെടാത്തതോ ഏതുമാവട്ടെ എല്ലാ കോളേജുകളും പ്രയോറിറ്റി അനുസരിച്ച് കൃത്യമായി സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ്, അതുപോലെ എല്ലാ അലോട്ട്മെൻറ്റിലും ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും എല്ലാം കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ സാധിക്കുക. ഇനി ഈ 2023 എക്സാമിനേഷനിൽ നമുക്ക് ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു, എന്നിട്ടും എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല, ഈ ഒരു സ്റ്റേറ്റ് റാങ്കിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട്, ഇനിയും സാധ്യതകളുണ്ട്. ഞാനൊരു വിദേശത്ത് പോയി പഠിച്ചേക്കാം, അല്ലെങ്കിൽ ഉയർന്ന ഫീസ് കൊടുത്തിട്ട് NRI സീറ്റിലേക്ക് പോയേക്കാം, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് കൃത്യമായി പഠിച്ച് നേടിയെടുക്കുന്നിടത്താണ് മിടുക്കിരിക്കുന്നത്. അങ്ങനെ നന്നായി പഠിക്കാനും നല്ലൊരു റാങ്കിലേക്ക് എത്താനും മികച്ചൊരു ക്യാമ്പസ് നേടിയെടുക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കഴിവുകളെ വളർത്തിത്തരാൻ, ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ, വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ആൽഫ അക്കാഡമിയുടെ 2024 റിപ്പീറ്റർ ബാച്ചിനകത്തും വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളം മുഴുവൻ ബ്രാഞ്ചുകളൊന്നുമില്ല. ആലപ്പുഴയിലെ സിംഗിൾ സെൻറ്ററിൽ വെറും 200 കുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പഠിപ്പിക്കുകയല്ല, അവരുടെ വിജയിക്കാനുള്ള കഴിവുകളെ വളർത്തുകയാണ്. അത് ഡിഫറൻറ്റ് ബാച്ചുകളുണ്ട്, റിപ്പീറ്റർ ബാച്ചും റിപ്പീറ്റർ ബാച്ചും സ്പെഷ്യൽ റിപ്പീറ്റർ ബാച്ചും ഒക്കെ തന്നെ. ഇവിടെ സ്പെഷ്യൽ മെറ്റീരിയൽസിൻ്റെ കെയറോടുകൂടി, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി ഡിഫറൻറ്റ് പാറ്റേണിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. വിജയിക്കാൻ വേണ്ട രീതിയിൽ അവരെ വളർത്തിയെടുക്കുകയാണ്. ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി 2023 ഏറ്റവും മികച്ച വിജയം നേടിയ, വളരെ കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പോലും ഏറ്റവും ഉയർന്ന റാങ്കുകൾ നേടിയ സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 2024 എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാം, മികച്ച രീതിയിൽ പഠിക്കാം, മികച്ച വിജയമായി മടങ്ങാം. അതിനായും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. ആൽഫ അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.